മാഗ്നസ് ഓൺലൈൻ ട്യൂഷൻ സെന്റർ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ഐക്കണം. നമസ്കാരം. മാഗ്നസ് ഓൺലൈൻ ട്യൂഷൻ സെന്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ വിഭാഗത്തിലെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് തുടങ്ങിയ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ നിങ്ങൾക്ക് ക്ലാസുകൾ നൽകുന്നു. ഫിസിക്സ്, കെമിസ്ട്രി വിഷയങ്ങളിൽ തിയറി ക്ലാസ്സിനോടൊപ്പം ചാപ്റ്റർ റിലേറ്റഡ് പ്രോബ്ലംസ് ആൻഡ് സൊല്യൂഷൻസും ഫോക്കസ് ചെയ്യുന്നു. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബേസ്ഡ് ക്ലാസ്സസ്, ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട്, എക്സാം മോഡൽ ക്ലാസ്സസ് തുടങ്ങിയവയാണ് മാഗ്നസ് ഓൺലൈൻ ട്യൂഷൻ സെന്ററിന്റെ ഹൈലൈറ്റ്സ്. ഹായ് സ്റ്റുഡൻസ്, മാഗ്നസ് ഓൺലൈൻ ട്യൂഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പ്ലസ് ടുവിലെ ആദ്യത്തെ ചാപ്റ്ററായ കെമിസ്ട്രിയിലെ ആദ്യത്തെ ചാപ്റ്ററായ സോളിഡ് സ്റ്റേറ്റിലേക്കാണ് കടക്കുന്നത്. എല്ലാവർക്കും അറിയാം, സോളിഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു മാറ്റേഴ്സിൻ്റെ ഒരു അവസ്ഥയാണ്, അല്ലെങ്കിൽ ഒരു വൺ ഓഫ് ദ സ്റ്റേറ്റ് ആണ് അത് സോളിഡ് സ്റ്റേറ്റ്. സോളിഡ് കൂടാതെ ലിക്വിഡ് ഉണ്ട്, ഗ്യാസ് ഉണ്ട്, പ്ലാസ്മ, അതുപോലെ തന്നെ ഫ്രിമിയോണിക് കണ്ടൻസേറ്റ്, ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, പ്ലാസ്മ, അങ്ങനെ ഒത്തിരി സ്റ്റേറ്റുകളുണ്ട്. അതിൽ ഒന്നാണ് ഏത് സോളിഡ് സ്റ്റേറ്റ്. സോളിഡ് സ്റ്റേറ്റിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു സ്റ്റേറ്റാണ് സോളിഡ് സ്റ്റേറ്റ്. അതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം അതിനകത്തെ മോളിക്യൂൾസിൻ്റെ അറേഞ്ച്മെൻ്റ് ആണ്. നമുക്കറിയാം, ലിക്വിഡ്സിലായിരുന്നാലും ഗ്യാസസിലായിരുന്നാലും ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ്, മോളിക്യൂൾസിന് എന്തുണ്ട്, ഫ്രീഡം ഓഫ് മൂവ്മെൻ്റ് ഉണ്ട്. അതായത് മോളിക്യൂൾസിന് സഞ്ചരിക്കാനുള്ള കഴിവുണ്ട്. എന്നാൽ സോളിഡ് സ്റ്റേറ്റിൽ മോളിക്യൂൾസിന് എന്തില്ല, സഞ്ചരിക്കാൻ കഴിയില്ല. സഞ്ചരിക്കാൻ കഴിയാതെ ഒരു ഫിക്സഡ് സ്റ്റേറ്റിൽ അതെന്താണ്, റെസ്റ്റ് ചെയ്യുകയാണ് സാധാരണ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ അതെന്ത് ചെയ്യുള്ളൂ, അതിനൊരു മൂവ്മെൻറ്റ് സാധ്യമാകും. അപ്പോൾ അതിൻ്റെ മോളിക്യൂൾസിന് എന്തുകൊണ്ടാണ് അതിന് ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് ഇല്ലാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മോളിക്യൂൾസിൻ്റെ അറേഞ്ച്മെൻ്റ് ആണ്. അതായത് മോളിക്യൂൾസിൻ്റെ അറേഞ്ച്മെൻ്റ് എന്ന് പറഞ്ഞാൽ വളരെ അടുത്തടുത്താണ്, ക്ലോസ് ടു ഈച്ച് അതർ ആണ്. അതായത് അവർ തമ്മിലുള്ള മോളിക്യൂൾസ് തമ്മിലുള്ള അകലം വളരെ കുറവായിരിക്കും. അതായത് അവിടെ ഉള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, മോളിക്യൂൾസിൻ്റെ ഇന്റർ മോളിക്യുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് മോളിക്യൂൾസ് എന്ത് ചെയ്തില്ല, തമ്മിലുള്ള അകലം കുറവായതുകൊണ്ടും അവർ എന്ത് ചെയ്യുന്നു, ക്ലോസ്ലി പാക്ഡ് ആയിരിക്കും. മോളിക്യൂൾസിന് എന്ത് ചെയ്യുന്നു, ക്ലോസ്ലി പാക്ക് ചെയ്ത് വെച്ചേക്കണം. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ഈ സോളിഡ് സ്റ്റേറ്റിലെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അവയെ നമുക്ക് എന്ത് ചെയ്യാം, രണ്ടായിട്ട് തരംതിരിക്കാം. അതായത് ക്ലാസിഫൈ ചെയ്യാം. സോളിഡ് സ്റ്റേറ്റിനെ അവരുടെ പ്രോപ്പർട്ടീസ് അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അത് ഒന്നാണ് ക്രിസ്റ്റലൈൻ സോളിഡും അതുപോലെ തന്നെ അമോർഫസ് സോളിഡും. എന്താണ് ക്രിസ്റ്റലൈൻ സോളിഡ് എന്നും എന്താണ് അമോർഫസ് സോളിഡ് എന്നുമാണ് നമ്മുടെ ചാപ്റ്ററിലെ ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട ഭാഗം. കാരണം എക്സാമുകൾക്ക് ചോദിച്ചിരിക്കുന്നത് എന്ന് പറയുന്നത് ഇവർ തമ്മിലുള്ള ഡിഫറൻഷിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇവർ തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് എഴുതാനായിട്ട് എക്സാമുകൾക്ക്, അല്ലെങ്കിൽ ഓണ എക്സാമിനായിരുന്നാലും പബ്ലിക് എക്സാമിനായിരുന്നാലും ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിഫറൻഷിയേറ്റ് അമോർഫസ് സോളിഡ് ആൻഡ് ക്രിസ്റ്റലൈൻ സോളിഡ് വിത്ത് എക്സാമ്പിൾ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവർ രണ്ടും എൻറ്റയർലി ഡിഫറൻ്റ് ആണ്. അതായത് ക്രിസ്റ്റലൈൻ സോളിഡ്സും അമോർഫസ് സോളിഡും രണ്ടും സോളിഡ് തന്നെയാണ്, പക്ഷേ ഇവരുടെ പ്രോപ്പർട്ടീസ് എല്ലാം തന്നെ എൻറ്റയർലി ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ അതാണ് നമുക്ക് ആദ്യം നോക്കേണ്ടത്. ആദ്യം ക്രിസ്റ്റലൈൻ സോളിഡ്. എന്താണ് ക്രിസ്റ്റലൈൻ സോളിഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യമേ അതിൻ്റെ മോളിക്യൂൾസ് എന്ന് പറയുന്നത് ഒരു റെഗുലർ അറേഞ്ച്മെൻ്റ് ആയിരിക്കും. അതായത് അതിനൊരു ഫിക്സഡ് ഷേപ്പ് ഉണ്ടാകും. ഫിക്സഡ് ഷേപ്പ് ഉണ്ടെന്ന് പറഞ്ഞാൽ അത് കറക്റ്റ് ഒരു ആകൃതി ഉണ്ടാകും. അതുപോലെ തന്നെ അതിൻ്റെ മോളിക്യൂൾസ് എല്ലാം തന്നെ റെഗുലർ ആയിട്ടുള്ള അറേഞ്ച്മെൻ്റ് ആയിരിക്കും. സപ്പോസ് ഇപ്പോൾ ഒരു മോളിക്യൂൾ അറേഞ്ച് ചെയ്തേക്കുന്ന ഒരു റെക്റ്റാങ്കുലർ ഷേപ്പിലായിരിക്കും അറേഞ്ച് ചെയ്തേക്കുന്നത് എങ്കിൽ അടുത്ത ഈ ഒരു മോളിക്യൂളാണ്, അതേ സെയിം പാറ്റേണിലായിരിക്കും അടുത്ത എന്ത് ചെയ്യുന്നു, അതേ സെയിം മോളിക്യൂൾസ് തന്നെ വീണ്ടും എന്ത് ചെയ്യുന്ന അതേ അറേഞ്ച്മെന്റ് തന്നെ. അപ്പോൾ ഒരു റെഗുലർ ഓർഡറിലായിരിക്കും ആ മോളിക്യൂൾസിനെ എന്ത് ചെയ്യുന്ന അറേഞ്ച് ചെയ്ത് പോകുന്നത്. ഓക്കെ, അതായത് ഇപ്പോൾ നമ്മൾ ഇവിടെ വെച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ, ആ മോളിക്യൂൾസിനെ കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, അതേ ഒരു റെഗുലർ ഷേപ്പിൽ തന്നെയാണ് കിട്ടുന്നത്. എന്നാൽ ഇത് അമോർഫസ് സോളിഡിലാണെങ്കിൽ ഇറഗുലർ ഷേപ്പ് ആയിരിക്കും. അതായത് ആ മോളിക്യൂളിന് ഒരു പ്രത്യേക ഷേപ്പ് ഒന്നും ഉണ്ടാവില്ല, എങ്ങനെയെങ്കിലുമൊക്കെ എന്താണ് ആ മോളിക്യൂൾസ് അറേഞ്ച് ചെയ്തിരിക്കുകയായിരിക്കും ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ക്രിസ്റ്റലൈൻ സോളിഡ് ഫസ്റ്റ് ഡിഫറൻ്റ് ആണ്. എന്താണ് ക്രിസ്റ്റലൈൻ സോളിഡ്? ക്രിസ്റ്റലൈൻ സോളിഡിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് റെഗുലർ ഓർഡർ ആൻഡ് ഷേപ്പ് ആയിരിക്കും. എന്നാൽ അമോർഫസ് സോളിഡിലാണെങ്കിൽ ഇറഗുലർ ഷേപ്പും അതുപോലെ തന്നെ ഇറഗുലർ ഓർഡറുമായിരിക്കും. ഇനി അടുത്തതാണ് മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും. നമുക്കറിയാം, ഇതിനകത്തെല്ലാം മോളിക്യൂൾസ് ഇന്റർ മോളിക്യുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, അതായത് മോളിക്യൂൾസ് തമ്മിലുള്ള അകലവും എല്ലായിടത്തും എന്താണ്, ഒരുപോലെയാണ്. അപ്പം മോളിക്യൂൾസുകൾ തമ്മിലുള്ള അകലം എല്ലായിടത്തും ഒരുപോലെ ആയതിനാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഹീറ്റ് ചെയ്യുന്നു.
ഹീറ്റ് ചെയ്യുമ്പോൾ സോളിഡ് ആണല്ലോ, ലിക്വിഡായി മാറും. ലിക്വിഡായി മാറുമ്പോൾ എന്താ അവിടെ ഒരു മെൽറ്റിംഗ് പോയിന്റിൽ എന്ത് ചെയ്യുന്ന ലിക്വിഡായി മാറേണ്ടത്? എന്താ മെൽറ്റിംഗ് പോയിന്റ്? ആ ഒരു ടെമ്പറേച്ചർ അറ്റ് വിച്ച് എന്താണ് സോളിഡ് ചേഞ്ചസ് ടു ലിക്വിഡ് ആണ്. അപ്പൊ സോളിഡ് ലിക്വിഡ് ആകുന്ന ടെമ്പറേച്ചർ ഒരു ഫിക്സഡ് പോയിന്റ് ആയിരിക്കും. കാരണം എന്താ, ആ മോളിക്യൂൾസിന്റെ അല്ലെങ്കിൽ ആ ക്രിസ്റ്റലൈൻ സോളിഡ് എടുത്തു കഴിഞ്ഞാൽ ആ സോളിഡിന്റെ എല്ലാ ഭാഗത്തും എന്തായിരിക്കും? ഒരേ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആയിരിക്കും. അപ്പൊ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എല്ലായിടത്തും ഒരുപോലെ ആണ് എങ്കിൽ ആ ബോണ്ട് ബ്രേക്ക് ചെയ്ത് അതിന്റെ ലെങ്ത് അല്ലെങ്കിൽ ആ ബോണ്ട് ബ്രേക്ക് ചെയ്ത് ആ ബോണ്ടിന്റെ ഡിസ്റ്റൻസ് കൂട്ടാൻ, അതായത് ഹീറ്റ് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? ഈ മോളിക്യൂൾസ് തമ്മിലുള്ള അകലം കൂടും. അപ്പൊ അകലം കൂടാൻ എന്ത് ചെയ്യുന്നു? ഒരു ഫിക്സഡ് ടെമ്പറേച്ചർ മതി. അതേസമയം ഇതെല്ലാം ഇറഗുലർ ഷേപ്പാണ്. ഇറഗുലർ ഷേപ്പ് ആണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? മോളിക്യൂൾസിനെ ഹീറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ മോളിക്യൂൾസിനെ ഹീറ്റ് ചെയ്യുമ്പോൾ അവർ തമ്മിലുള്ള, അല്ലെങ്കിൽ ആ സോളിഡിനെ ഹീറ്റ് ചെയ്യുമ്പോൾ ആ മോളിക്യൂൾസ് തമ്മിലുള്ള അകലം എന്തായിരിക്കും? എല്ലായിടത്തും ഒരുപോലെയല്ല. അപ്പൊ എന്ത് ചെയ്യും? അവിടെ ഡിഫറൻറ്റ് ടെമ്പറേച്ചറിലായിരിക്കും ആ എന്ത് ചെയ്യുന്ന ബോയിലിംഗ് പോയിന്റ് ഉണ്ടാവുന്ന. അപ്പൊ നമുക്കൊരു ഫിക്സഡ് ആയിട്ടുള്ളൊരു മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും പറയാൻ സാധ്യമല്ല. അതാണെന്ത് സോളിഡ്സ് അമോർഫസ് സോളിഡിന്റെയും ക്രിസ്റ്റലൈൻ സോളിഡിന്റെയും രണ്ടാമത്തെ ഡിഫറൻസ്. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? റെഗുലർ ഷേപ്പ് ആൻഡ് ഓർഡർ. റെഗുലർ ഷേപ്പും റെഗുലർ ഓർഡറും ആയിരിക്കും ആർക്കുള്ളത്? ക്രിസ്റ്റലൈൻ സോളിഡിൻ്റെത്. അമോർഫസ് സോളിഡ് ആകുമ്പം ഇറഗുലർ ഷേപ്പും ഇറഗുലർ ഓർഡറും ആയിരിക്കും. ഇനി അതായത് ഡെഫിനിറ്റ് ഓർഡർ ഉണ്ടാവത്തില്ല. ഇനി അടുത്തത് മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും പറയുകയാണെങ്കിൽ ക്രിസ്റ്റലൈൻ സോളിഡിന് ഒരു കൃത്യമായിട്ടുള്ള ഒരു മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും ഉണ്ടാകും. എന്നാൽ അമോർഫസ് സോളിഡിന് ഇത് ഉണ്ടാകത്തില്ല, ഒരു ഇൻഡെഫിനിറ്റ് ആയിരിക്കും. ഒരിക്കലും നമുക്ക് കൃത്യമായി പറയാൻ പറ്റാത്ത ഒരു ബോയിലിംഗ് പോയിന്റും മെൽറ്റിംഗ് പോയിന്റും ആയിരിക്കും. ഇനി അടുത്ത പ്രധാനപ്പെട്ടതാണ് അനിസോട്രോപിക്. എന്താണ് അനിസോട്രോപിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആയിട്ടുള്ള ഒന്ന് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അതേപോലെ ഈ ഇതുപോലത്തെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. ഡിഫറെൻ്റ് ഡയറക്ഷനിലും ഡിഫറെൻ്റ് ആയതുകൊണ്ട് തന്നെ അതാണ് ഏത് ക്രിസ്റ്റലൈൻ സോളിഡ് എപ്പോഴും എന്തായിരിക്കും? അനിസോട്രോപിക്കും. എന്നാൽ ഇതെല്ലാം ചെയ്യുന്നു സെയിം ആയിട്ട് വരുന്നത് എല്ലാ ഡയറക്ഷനിലും ഒരുപോലെ ഏതെങ്കിലും ഒരു ഡയറക്ഷനിൽ സെയിം ആയിട്ട് വരും. അതുകൊണ്ട് തന്നെ അതിനെ ഐസോട്രോപിക്കും എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അറിയേണ്ട കാര്യം, അനിസോട്രോപിക് ആരായിരിക്കും? ക്രിസ്റ്റലൈൻ സോളിഡ് അനിസോട്രോപിക്കും, അമോർഫസ് സോളിഡ് ഏതായിരിക്കും? ഐസോട്രോപിക്കും ആയിരിക്കും. അപ്പോൾ ഇത്രയും ഡിഫറൻസ് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും ഒരു ക്വസ്റ്റ്യന് ആൻസർ ഏത് ഭാഗത്തുനിന്ന് കിട്ടും? ഈ ഡിഫറൻസ് ക്രിസ്റ്റലൈൻ സോളിഡിന്റെ ക്ലാസിഫിക്കേഷനിൽ കിട്ടും. ഏതൊക്കെയാ രണ്ട് ക്ലാസിഫിക്കേഷൻസ്? ഒന്ന് ക്രിസ്റ്റലൈൻ സോളിഡും ഒന്ന് അമോർഫസ് സോളിഡും. ഡിഫറൻസ് അറിയാമല്ലോ, 3 ഞാൻ പറഞ്ഞത്. 3 വെച്ച് ഇതിൽ 3 പറഞ്ഞു, ഇതിൽ 3 പറഞ്ഞു. ഇനി വളരെ പ്രധാനമായിട്ട് വരുന്ന മറ്റൊരു കാര്യമാണ് എക്സാമ്പിൾസ്. ക്രിസ്റ്റലൈൻ സോളിഡിന് എക്സാമ്പിൾ ആയിട്ട് വരുന്ന ഡയമണ്ട്, ഫുളറൈൻ, ഗ്രാഫൈറ്റ്, അതേപോലെ തന്നെ NaCl ഒരു ക്രിസ്റ്റലാണ്. അതുപോലെ അതെല്ലാം എക്സാമ്പിൾ ആയിട്ട് വരുന്നത് ഏതിനെ? ക്രിസ്റ്റലൈൻ സോളിഡിനാണ്. അടുത്തത് അമോർഫസ് സോളിഡിന്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്നത് പ്ലാസ്റ്റിക് പറയാം, PVC, കോൾ, കൽക്കരി, ചാർക്കോൾ. ഇതെല്ലാം എന്തിന് എക്സാമ്പിൾ ആണ്? അമോർഫസ് സോളിഡിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ ക്രിസ്റ്റലൈൻ സോളിഡിന്റെ ക്ലാസിഫിക്കേഷനിലോട്ട് പോകാം. ക്രിസ്റ്റലൈൻ സോളിഡിന്റെ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ക്രിസ്റ്റലൈൻ സോളിഡിനെ വീണ്ടും ക്രിസ്റ്റലൈൻ സോളിഡിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത നമുക്ക് ക്രിസ്റ്റലൈൻ സോളിഡിന്റെ ക്ലാസിഫിക്കേഷനിലോട്ട് കിടക്കാം. ക്രിസ്റ്റലൈൻ സോളിഡിന്റെ ക്ലാസിഫിക്കേഷനിൽ ഫസ്റ്റ് ആണ് മോളിക്കുലാർ ക്രിസ്റ്റലൈൻ സോളിഡ് അല്ലെങ്കിൽ മോളിക്കുലാർ സോളിഡ്. അപ്പോൾ മോളിക്കുലാർ സോളിഡ് എന്ന് പറയുന്നത് അതിൻ്റെ കോൺസ്റ്റന്റ് എലമെൻറ്റ്സ് അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആയിട്ട് വരുന്ന പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? മോളിക്യൂളുകളായിരിക്കും. അതായത് ഇതിൻ്റെ മോളിക്കുലാർ സോളിഡിലെ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ മോളിക്യൂൾസ് ആയിരിക്കും. അവിടെ എന്തായിരിക്കും? ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു സോളിഡിന് വേണ്ട എല്ലാ പ്രോപ്പർട്ടീസും ഉണ്ടാവും. ഇനി നമുക്ക് ആ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് മോളിക്യൂൾസ് ആണെന്ന് നമുക്കറിയാം. ആ മോളിക്യൂൾസിൻ്റെ ഓരോ ക്യാരക്ടേഴ്സ് അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ രീതികൾ മാറും, അല്ലെങ്കിൽ അതിൻ്റെ നേച്ചർ മാറും. അതിനെ വീണ്ടും നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ആദ്യത്തേതാണ് നോൺ പോളാർ മോളിക്കുലാർ സോളിഡ്, രണ്ടാമത് പോളാർ മോളിക്കുലാർ സോളിഡ്, ദെൻ ഫൈനലി ഹൈഡ്രജൻ മോളിക്കുലാർ സോളിഡ്. അപ്പോൾ എന്താണ് നോൺ പോളാർ മോളിക്കുലാർ സോളിഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ മോളിക്യൂൾസ് തന്നെയാണ്. പക്ഷേ ആ മോളിക്യൂൾസിന് ഒരു പ്രത്യേകതയുണ്ട്. എന്തായിരിക്കും? അത് പോളാർ എലമെൻ്റ് ആയിരിക്കില്ല, നോൺ പോളാർ എലമെൻ്റ് ആയിരിക്കും. നോൺ പോളാർ എലമെൻ്റ് ആയിട്ട് വരുന്നത് സാധാരണയായിട്ട് വരുന്നത് H2 വരാം, Cl2 വരാം, അതുപോലെ തന്നെ I2. ഇതെല്ലാം തന്നെയാണ് മോളിക്കുലാർ നോൺ പോളാർ എലമെൻ്റ് ആയിട്ട് വരുന്നത്. H2,
Cl2, I2, അതായത് ഡൈഹൈഡ്രജൻ, അതുപോലെ തന്നെ ഡൈക്ലോറൈഡ്, അതുപോലെ തന്നെ ഡൈഅയഡൈഡ്. അപ്പോൾ ഇതൊക്കെയാണ് എന്തായിട്ട് വരുന്നത്, നോൺ പോളാർ എലമെന്റ് അല്ലെങ്കിൽ നോൺ പോളാർ കോമ്പൗണ്ട്സ്. എക്സെപ്റ്റ് ആർഗണും വരത്തില്ല, ഹീലിയം വരത്തില്ല. കാരണം എന്താണ്, ഇതെല്ലാം തന്നെ മോണോ അറ്റോമിക് ആണ്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ ആരും ഉൾപ്പെടുത്താൻ കഴിയത്തില്ല, ആർഗണിനെയും ഹീലിയവും ഒഴികെ. ഏതൊക്കെ വരും, H2 വരും, Cl2, I2. ഒരിക്കലും He2 എന്നൊന്നും എഴുതാൻ കഴിയില്ല. കാരണം എന്താണ്, 18ാം ഗ്രൂപ്പിലെ ഒരു മൂലകം, 2 മൂലകങ്ങളാണ് ആർഗണും ഹീലിയവും. അപ്പോൾ അത് എന്ത് ചെയ്യത്തില്ല, അത് എവിടെ വരത്തില്ല, മോളിക്കുലാർ സോളിഡ് അല്ല, ഏത് നോൺ പോളാർ മോളിക്കുലാർ സോളിഡിൽ വരത്തില്ല. ഇനി നോൺ പോളാർ മോളിക്കുലാർ സോളിഡിന്റെ മറ്റൊരു പ്രത്യേകതയാണ് സോഫ്റ്റ് സോളിഡും നോൺ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. പ്രധാനമായിട്ടും വരുന്നത് ലോ മെൽറ്റിംഗ് പോയിന്റ് ആയിരിക്കും. ഇവരുടെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ലോ ആയിരിക്കും. ഇനി അടുത്ത പ്രത്യേകത, അടുത്ത പോളാർ മോളിക്കുലാർ സോളിഡിലോട്ട് പോവാം. എന്താണ് പോളാർ മോളിക്കുലാർ സോളിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പോളാർ നേച്ചർ അടങ്ങിയ മോളിക്യൂൾസ്. എന്താണ് പോളാർ നേച്ചർ? പോളാർ നേച്ചർ എന്ന് പറയുന്നത്, സപ്പോസ് HCl ഒരു പോളാർ നേച്ചറുള്ള ഒരു എലമെന്റിന് എക്സാമ്പിൾ ആണ്. എങ്ങനെയാണ് പോളാർ നേച്ചർ ഉണ്ടാകുന്നത്? അതായത് ഹൈഡ്രജനും ക്ലോറിനും അവിടെ എന്ത് കെമിക്കൽ ബോണ്ടിങ്ങിലായിരിക്കും, കോവാലന്റ് ബോണ്ടിലായിരിക്കും. അതായത് ഹൈഡ്രജനും ക്ലോറിനും കോവാലന്റ് ബോണ്ടിലാണെങ്കിൽ കൂടി അവിടെ ഏതിന്റെ പ്രത്യേകത ഉണ്ടാവും, ഒരു പ്രസൻസ് ഉണ്ടാകും, അയോണിക് ചാർജിന്റെ, സ്മാൾ ചാർജിന്റെ പ്രസൻസ് അവിടെ ഉണ്ടാവും. അതിനെയാണ് പോളാർ നേച്ചർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ പോളാർ നേച്ചർ കാണിക്കുന്ന എലമെന്റുകളായിരിക്കും അവിടെ വരുന്നത്, കോൺസ്റ്റന്റ് ആയിട്ട് വരുന്നത്. പോളാർ നേച്ചർ കാണിക്കുന്ന മോളിക്യൂൾസ് ആയിരിക്കും കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് ആയിട്ട് വരുന്നത്. അങ്ങനെ വരുന്ന മോളിക്കുലാർ സോളിഡുകളെ വിളിക്കുന്ന പേരാണ് പോളാർ മോളിക്കുലാർ സോളിഡ്. അപ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറയാം, HCl ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ്, സൾഫർ ഡൈ ഓക്സൈഡ്. ഇതെല്ലാം എന്തിന് എക്സാമ്പിൾ ആണ്? പോളാർ മോളിക്കുലാർ സോളിഡിന്റെ എക്സാമ്പിളാണ്. ഇനി ഇതും സോഫ്റ്റ് സോളിഡ് ആയിരിക്കും, നോൺ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ആയിരിക്കും. ഇനി ഇത് ഗ്യാസ് അല്ലെങ്കിൽ ലിക്വിഡ് സ്റ്റേറ്റിലായിരിക്കും, റൂം ടെമ്പറേച്ചറിൽ കാണപ്പെടുന്നത്. അപ്പോൾ ഈ പോളാർ മോളിക്കുലാർ സോളിഡും റൂം ടെമ്പറേച്ചറിൽ ഗേഷ്യസ് സ്റ്റേറ്റിലോ ലിക്വിഡ് സ്റ്റേറ്റിലോ ആയിരിക്കും കാണപ്പെടുന്നത്. അടുത്ത മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ, അതായത് മോളിക്കുലാർ ക്രിസ്റ്റലൈൻ സോളിഡിന്റെ മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് ഏത്, ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലാർ സോളിഡ്. എന്താണ് ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലാർ സോളിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ആരുടെ പ്രസൻസ് ഉണ്ടാകും, ഹൈഡ്രജൻ ബോണ്ടിന്റെ പ്രസൻസ് ഉണ്ടാകും. അതായത് ഇപ്പോൾ ഫ്ലൂറിൻ, ഓക്സിജൻ, നൈട്രജൻ എന്നീ മൂലകങ്ങളോടൊപ്പം ആരും കൂടെ വരും, ഹൈഡ്രജനും കൂടെ വരും. അപ്പോൾ ഉദാഹരണത്തിന് HF, ഹൈഡ്രജൻ ഫ്ലൂറൈഡ്. HFന്റെ മറ്റൊരു മോളിക്യൂളാണ് ഇത്. അപ്പോൾ ഈ ഫ്ലൂറിനും ഈ ഹൈഡ്രജനും തമ്മിൽ ഒരു ചെറിയൊരു ഹൈഡ്രജൻ ബോണ്ട് ഉണ്ട്. ആ ഹൈഡ്രജൻ ബോണ്ടിനെയാണ് ഇന്റർ മോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു അട്രാക്ഷൻ, അതേപോലെ തന്നെ ഇനിയിപ്പോൾ നമുക്ക് NH3 പറയാം. NH3 നൈട്രജനും അതേപോലെ തന്നെ ഇവിടെ ഒരു ഹൈഡ്രജനും ഉണ്ട്. സപ്പോസ് ഇതാണ് NH3. അപ്പോൾ ഈ ഹൈഡ്രജനും ഈ വേറൊരു നൈട്രജനും തമ്മിലൊരു അട്രാക്ഷൻ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ പോകുന്നതിനെയാണ് ഈ നൈട്രജനും ഈ നൈട്രജനും തമ്മിലൊരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്. ഇതിനാണ് രണ്ട് മോളിക്യൂൾസുകൾ തമ്മിലുള്ള ആ ഇൻട്രാക്ഷനെയാണ് എന്താ പറയുന്ന അവിടുത്തെ ഹൈഡ്രജൻ ബോണ്ട്. അപ്പോൾ ഈ ഹൈഡ്രജൻ ബോണ്ടുകൾ എന്ത് ചെയ്യുന്നു, പ്രസന്റ് ആയിട്ടുള്ള ഹൈഡ്രജൻ ബോണ്ടിന്റെ പ്രസൻസിൽ നടക്കുന്ന, അല്ലെങ്കിൽ അതായിരിക്കും അവിടുത്തെ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ്. അപ്പോൾ അങ്ങനെ വരുന്ന മോളിക്കുലാർ സോളിഡുകളെയാണ് ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലാർ സോളിഡ് എന്ന് വിളിക്കുന്നത്. അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ഹൈഡ്രജൻ ബോണ്ട് ആയിരിക്കും. നമുക്കറിയാം ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയുന്നത് സ്ട്രോങ് ആയിരിക്കും. അതുപോലെ തന്നെ നോൺ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ആയിരിക്കും. ഇത് മെയിനായിട്ട് കാണപ്പെടുന്നത് സോളിഡ് സ്റ്റേറ്റിൽ തന്നെയായിരിക്കും. റൂം ടെമ്പറേച്ചറിൽ സോളിഡ് ആയിട്ടോ അല്ലെങ്കിൽ വോളറ്റൈൽ സോളിഡ് ആയിട്ടോ ആയിരിക്കും കാണപ്പെടുന്ന. എക്സാമ്പിൾ നമ്മൾ രണ്ടെണ്ണം പറഞ്ഞു കഴിഞ്ഞു. ഒന്ന് HCl, അതുപോലെ തന്നെ NH3, അതുപോലെ തന്നെ പിന്നെ പറയാം HCl പറയാം, H2O പറയാം. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ എക്സാമ്പിൾസ്. ഓക്കെ, അപ്പോൾ ക്ലാസിഫിക്കേഷൻസ് ആയി എന്താണ് മോളിക്കുലാർ ക്രിസ്റ്റലൈൻ സോളിഡിൻ്റെ ക്ലാസിഫിക്കേഷനായിട്ട് ഏതൊക്കെയാണ് വരുന്നത്? ഒന്ന് നോൺ പോളാർ, പിന്നെ പോളാർ, അതുപോലെ തന്നെ ഹൈഡ്രജൻ ബോണ്ടഡ്. ഇത്രയും മോളിക്കുലാർ സോളിഡുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതിൻ്റെ എക്സാമ്പിൾ സഹിതം പഠിക്കണം, വളരെ പ്രധാനപ്പെട്ട. ഈ ചാപ്റ്ററിൻ്റെ അടുത്ത ഭാഗം അടുത്ത ക്ലാസ്സിൽ ഉണ്ടായിരിക്കുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ.